ഗൈസ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ബിജു ബായ്, പിന്നെ ഒരു പിരിയങ്കാരനും മസിൽ ബോയും ഉണ്ട് ഗൈസ്, കാണിക്കാം. ഇത് ഹീസ് ഫ്രം ബാംഗ്ലൂർ, ഹീസ് വർക്കിംഗ് ഇൻ OP മൊബിലിറ്റി. പഠിച്ചു. ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പോവാണ്. കാണിക്കും, പേടിപ്പിക്കും. ഗൈസ് ഇവിടെ വലിയ ടെക്നിക്കൽ ഡിസ്കഷൻസ് നടക്കുകയാണ്. രണ്ട് ഗടാഗടിയന്മാർ ഓൺലൈൻ വരും. യെസ്, ഫ്ലൂട്ട് കുറെ നാളായിട്ട് പ്രാക്ടീസേ ചെയ്യുന്നില്ല. ഞാൻ തൊടത്തില്ല. നീ തൊട്ടോ? ഞാൻ കൃഷ്ണനാണ്. ഗൈസ് നമുക്ക് കുറെ ഗസ്റ്റ് ഉണ്ട്, നമുക്ക് പരിചയപ്പെടുത്താം. റിച്ചാർഡാ, വാടാ, പരിചയപ്പെടുത്തും. സ്ക്രീനൊന്നും കാണരുതല്ലോ. ഇങ്ങോട്ടോ, കോൺഫിഡൻഷ്യൽ. ഗൗതം ബിജു. ഇവരെ പരിചയപ്പെടുത്തിയായിരുന്നു. OP മൊബിലിറ്റി മെയിൻ. പരിചയപ്പെടുത്തിക്കോ. എന്താ പറയുക, നിന്റെ പേര്? എന്റെ പേര് അശ്വിൻ. റിച്ചാർഡ് OP മൊബിലിറ്റി. റിച്ചാർഡും എന്റെ കൂടെ ഉള്ള ഒരു പ്ലാസ്റ്റിക് കമ്പനിയാണ് ഗൈസ്. പ്ലാസ്റ്റിക് കമ്പനിയായിരുന്നു, ഇപ്പോൾ OP മൊബിലിറ്റി എന്നാക്കി പേര്. അമ്മ കാറിന്റെ ബമ്പറൊക്കെ ഡിസൈൻ ചെയ്യുന്ന, ടെയിൽ ഗേറ്റും ബമ്പറും സ്പോയിലറും അങ്ങനെ പറയാം. വണ്ടിയുടെ കുണ്ടി ഡിസൈൻ ചെയ്യുന്ന ടീംസാണ് ഗൈസ്. തണുപ്പത്തന്നെ കരഞ്ഞു. ഇടിച്ചാലും പൊട്ടത്തില്ല. കരയണ, ഇമോഷണൽ ആവണം. മറ്റേ പൃഥ്വിരാജിന്റെ സാധനം കരയരുത് പ്ലീസ്. ക്ലാസ്മേറ്റ്സ് ശരിക്കും തലയിടണം വെളിയിലോട്ട്. തല ശരിക്കും വെളിയിലോട്ട്, തല മുഴുവലി ഇരിക്കും. ശരിക്കും തലയിടണം, അത്ര പോരാ. തലയിട്ട് കൈ അടിക്കുക. സീറ്റ് ബെൽറ്റ് ഇട്ടേക്ക്, അങ്ങനെ പോരൊന്നുമില്ല. ശരിക്കും തലയിടും, ശരിക്കും കൈ കാണിക്കും. പാവം ചെക്ക. ബിജു ബായ് പോയി ഗൈസ്. ഇനി അടുത്ത അധ്യായം. എല്ലാരും ഇമോഷണലാണ് ഗൈസ്. ഇമോഷണലായിട്ട് അവന്മാർ വന്നില്ലേ? ഒരു വണ്ടിയുമേ നമ്പർ പ്ലേറ്റ് കാണില്ല. ചെളിയാ, പോലീസ് നമ്പർ പ്ലേറ്റ് പോക്കും. സോ എന്റെ പൊടി പിടിച്ച് ചെളി എടുത്ത് കാണാതിരിക്കും. ഞാൻ വെച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ കുറച്ച് നാളെ പോലീസിന്റെ പുള്ളി മൊത്തം തുടങ്ങിട്ടുണ്ട്. എന്റെ ഫ്രണ്ടിലെ നമ്പർ പ്ലേറ്റ് കാണല്ലേ, അത് കുറച്ച് ചെളി കുറെ ഞാൻ വൃത്തിയാക്കി വെച്ചു കഴിച്ചു. MPD നോക്കും എന്നെ നാളെ. MPD പെർഫോം ചെയ്ത് എങ്ങനെ TV എടുത്തിട്ട് റീലെല്ലാം എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചാണ്. ഇത് പറിച്ചു കളയടാ. ഇതില്ല ഇവിടെ ഓർമ്മയ്ക്കായിട്ട് അവിടെ ഇരിക്കുന്നു. സച്ചിന്റെ എഫേർട്ട് ഒരു ദിവസം മൊത്തം ആ ചെറുക്കൻ റെയിൽവേ സ്റ്റേഷൻ വേണ്ടി മാത്രം. സച്ചിനും മാഹിനും കൂടെ അവിടെ അവന്മാര് മൊത്തം സൈഡ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ വണ്ടി
പ്രാക്ടീസും ഇല്ല ഗൈസ്. ഫ്ലൂട്ട് അവിടെ ഒറ്റപ്പെട്ടിരിക്കുകയായിരുന്നു ഒരു ഓണം കഴിഞ്ഞിട്ട്. നമ്മൾ ബിസി ആയിപ്പോയി. നോക്കാൻ ശ്രമിക്കാം, പഠിക്കാൻ ശ്രമിക്കാം. സമയം കിട്ടുന്നില്ല. ഈ സാധനം മാത്രമേ അറിയത്തുള്ളൂ ഇപ്പോൾ വായിച്ചത്, അതും അറിയത്തില്ല. ഒരു സാധനം ദിസ് ഈസ് സ്പാർക്ക് പ്ലഗ്. ബൈക്കിൽ നിന്ന് ഊരിയ സ്പാർക്ക് പ്ലഗ്. ഇവിടെ കാർബൺ ഡെപ്പോസിറ്റ് ആയിട്ട് ഈ സ്പാർക്ക് പ്ലഗ് പോയി. അപ്പോൾ നമ്മൾ പുതിയ സ്പാർക്ക് പ്ലഗ് മേടിച്ച് വെച്ചു. ഇവിടെ ഫോക്കസ് ഒന്നും ഇല്ലല്ലേ? ശരി, സ്പാർക്ക് പ്ലഗ്. അങ്ങനെ ഏതോ ഡിപ്പാർട്ട്മെന്റ് പേര് പറഞ്ഞു. ഹിന്ദിക്കാരനാണെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെന്റ്, മലയാളിയാണ് വേറെ ഡിപ്പാർട്ട്മെന്റ്. ട്രയൽ ഡ്രില്ല് നടത്തില്ല പാടി. വാക്കട് വാക്കടുണ്ട്, ഔണ്ട്, മാളഫിലിനിയം അവിടെ പോയായിരുന്നോ? മാർക്കറ്റ് സിറ്റി പോയോ നീ? അത്ര ദൂരമാണോ? അവിടെ ടിക്കറ്റ് കുറവ്, റേറ്റ് കുറവ് സിനിമയ്ക്ക്. അഞ്ചര ചേച്ചി അണ്ണൻ വന്നു ഗൈസ്, അണ്ണൻ വന്നു. അസസ്മെന്റ് പരീക്ഷ ഞങ്ങൾ കഷ്ടപ്പാടാണോ? ആദ്യത്തെ 3 മാസം ഞങ്ങൾക്ക് കഷ്ടപ്പാടാണ്. പാസ്സാണ് 70 മാർക്ക് മണ്ടല്ല. ടെസ്റ്റ് ഇടും. ടെസ്റ്റ് എന്ന് വെച്ചാൽ ഒരു റിട്ടേണും പ്രാക്ടിക്കലും സെപ്പറേറ്റ് 80%. അണ്ണൻ ഇന്ന് എക്സ്ട്രാ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, കോംബോ ഓഫ് എടുക്കാൻ. മാത്രമേ എടുക്കുള്ളൂ പ്ലാസ്റ്റിക് കമ്പനി. എങ്ങനെ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത് മാത്രമേ കൊണ്ടുള്ളൂ. ഇനിയിപ്പോ പ്രത്യേകിച്ച് ഇപ്പൊ സ്പോർട്സ് കാർസ് ഒരു കാരണവശാലും തുടങ്ങി. എങ്ങനെയുണ്ട് ഗൈസ്? അബ്ദുളിനേക്കാളും സുന്ദരനല്ലേ കണ്ണാടി വെച്ച? കാണാം കേട്ടോ. എന്റെ അനിയന് പ്ലാസ്റ്റിക് ബലൂണിന്റെ പോലത്തെ ഒരു ബോൾ വാങ്ങിച്ചു കൊടുത്തു. അത് വെച്ചിട്ട് അവനുള്ള പൊട്ടിക്കാനൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവന് മറ്റു സാധനം വാങ്ങിക്കാതെ. പണിയായതും കാണിക്കും. ആർട്ട് ആർട്ടിസ്റ്റ് ആൻഡ് ടൂൾ ഇൻസ്ട്രുമെന്റ്. നല്ലൊരു കപ്പായിരുന്നു. ഷോട്ട്